പ്രേക്ഷകർക്ക് നേരിട്ട് വിളിച്ച് ജനകീയ വിഷയങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരാം. 0484-283510 എന്ന നമ്പറിൽ നേരിട്ട് വിളിച്ച് ജനകീയ വിഷയങ്ങൾ അറിയിക്കാം. ദൃശ്യങ്ങൾ, വാർത്തകളൊക്കെ വാട്സാപ്പ് വഴി ഞങ്ങളിലേക്ക് എത്തിക്കാം. 6235968937 ഈ നമ്പർ വഴി വാട്സാപ്പിലൂടെ ദൃശ്യങ്ങളും വാർത്തകളുമൊക്കെ ഞങ്ങളിലേക്ക് എത്തിക്കാം. ഇന്ന് കേരളം ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗം ബ്ലോക്കിലുണ്ടായ പൊട്ടിത്തെറിയും പിന്നാലെ ഉണ്ടായ മരണങ്ങളും കേരളം ഞെട്ടലോടെയാണ് അറിഞ്ഞത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകും മുൻപ് എന്താണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സംഭവിച്ചത് എന്ന് ആദ്യം പരിശോധിക്കാം. ഷഹദ് റഹ്മാൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്നലെ വൈകുന്നേരം 7:30 കൂടിയിട്ടാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പുതിയ അത്യാഹിത വിഭാഗം ബ്ലോക്കിൽ ഉഗ്രശബ്ദത്തോടുകൂടി ഒരു പൊട്ടിത്തെറി കേൾക്കുന്നത്. ഉടൻ തന്നെ പുക ഉയരുന്നു. ആശുപത്രി ജീവനക്കാരും കൂട്ടിരിപ്പുകാരും ചേർന്ന് എമർജൻസി വിഭാഗത്തിലുണ്ടായിരുന്ന മുഴുവൻ രോഗികളെയും പുറത്തേക്കിറക്കുന്നു. ഉടൻ തന്നെ ഫയർഫോഴ്സ് എത്തുന്നു. രക്ഷാപ്രവർത്തനം ആരംഭിക്കുന്നു. അപകടം നടക്കുന്ന ഘട്ടത്തിൽ 200-ലധികം രോഗികൾ ഞാൻ നിൽക്കുന്ന ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ് കണക്ക്. ഉടൻ തന്നെ ഇവരെ തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രിയിലേക്കും കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലേക്കും മെഡിക്കൽ കോളേജിലെ തന്നെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലേക്കും റഫർ ചെയ്യുകയായിരുന്നു. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണം എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. ഇതിനിടയിൽ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലുണ്ടായിരുന്ന 5 പേരുടെ മരണം സ്ഥിരീകരിച്ചു. വിഷപ്പുക ശ്വസിച്ചാണ് മരണമെന്ന ആരോപണവുമായി കോൺഗ്രസും BJPയും രംഗത്തെത്തി. വിഷയം ഗൗരവകരമെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ. ഇതിനിടയിൽ പ്രിൻസിപ്പൽ ഓഫീസിന് മുന്നിലേക്ക് പ്രതിഷേധവുമായി BJP രംഗത്തെത്തി. അപകടത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഏറ്റെടുക്കണമെന്നായിരുന്നു BJP നേതാവ് K. സുരേന്ദ്രന്റെ പ്രതികരണം. അതിനിടെ കോൺഗ്രസിനും BJPക്കും മറുപടിയുമായി CPM നേതാക്കൾ രംഗത്തെത്തി. ദുരന്ത സമയത്ത് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണ് കോൺഗ്രസും BJPയുമെന്ന് കോഴിക്കോട് കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ P. മുസാഫർ അഹമ്മദ് പ്രതികരിച്ചു. ദുരന്ത പശ്ചാത്തലത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. മരിച്ച 5 പേരുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ. ദുരന്തത്തിലേക്ക് നയിച്ച കാരണം എന്താണ് എന്നത് സംബന്ധിച്ച് ഉന്നതതല അന്വേഷണത്തിന് ആരോഗ്യമന്ത്രി ഉത്തരവിട്ടിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും ക്യാമറമാൻ രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം ഷഹദ് റഹ്മാൻ, 24. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത ബ്ലോക്കിലെ 3 പേർ മരിച്ചത് ഹൃദയാഘാതത്തെ തുടർന്ന് എന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മരണങ്ങൾ ശ്വാസം മുട്ടിയല്ല എന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഇന്നലെ പറഞ്ഞിരുന്നു. സംഭവത്തിൽ വിദഗ്ധ സംഘം അന്വേഷണം നടത്തും. മറ്റ് മെഡിക്കൽ കോളേജുകളിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടേഴ്സിന്റെ നേതൃത്വത്തിലാകും മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുകയെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഒന്നുകിൽ ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ബാറ്ററിക്കുള്ളിലെ ഇന്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം എന്നുള്ളതാണ്. 5 മരണങ്ങളാണ്. ഏതായാലും ഇത് സംബന്ധിച്ച് വിദഗ്ധമായിട്ടുള്ള ഒരു മെഡിക്കൽ സംഘം അന്വേഷിക്കുന്നതാണ്. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2 കേസുകളാണ്. ഈ അന്വേഷണങ്ങൾ പൂർത്തിയായി ഒരു റിപ്പോർട്ട് വരുമ്പോൾ മാത്രമാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കോൺഗ്രസ് ഇക്കാര്യത്തിൽ K. മുരളീധരൻ അദ്ദേഹം ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്നുണ്ട്. സംഭവത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ആരോഗ്യമന്ത്രി ഏറ്റെടുക്കണം എന്നാണ് K. മുരളീധരന്റെ ആവശ്യം. സത്യം പറഞ്ഞാൽ ഇതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ആരോഗ്യമന്ത്രിക്കും. ജീവൻ രക്ഷിക്കേണ്ട സ്ഥാപനം, മലബാറിലെ ഏറ്റവും വലിയ ഒരു സർക്കാർ ആശുപത്രി മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ ദുരന്തം ഉണ്ടായപ്പോൾ അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മന്ത്രി രാജിവെക്കണം. സർക്കാർ ആശുപത്രികൾ പോലും മനുഷ്യജീവന് സുരക്ഷിതത്വമില്ല എന്നുള്ളത് ഇന്നലത്തെ സംഭവത്തോടുകൂടെ തെളിഞ്ഞിരിക്കുകയാണ്. ജീവൻ രക്ഷിക്കേണ്ട സ്ഥാപനം ജീവൻ നഷ്ടപ്പെടുത്തുന്ന ഒരു സ്ഥാപനമാക്കി മാറും. അപകട സമയത്ത് 151 രോഗികളാണ് അത്യാഹിത വിഭാഗത്തിലുണ്ടായിരുന്നത്. 114 പേർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയുണ്ട്. 37 പേരെ മറ്റിടങ്ങളിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. ഷഹദ്, ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം പ്രാഥമിക വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ടല്ലോ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ, മറ്റു വിവരങ്ങളും ഷഹദ്?
ഉന്മേഷ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. അല്പസമയം മുൻപാണ് പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത്. 5 പേരാണ് മരിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ 3 പേരുടെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിൽ 2 പേരുടെ മരണം ഹൃദയാഘാതം മൂലമാണ് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിട്ടുള്ളത്. ഒരാളുടെ മരണം സാധാരണ മരണമാണ് എന്നുള്ളതാണ്. അതായത് മെഡിക്കൽ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് 6:20 തന്നെ അദ്ദേഹത്തിന് പൾസ് ഇല്ല എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് അദ്ദേഹം മരിച്ചിട്ടുണ്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിൽ 3 മരണം സംബന്ധിച്ച് ഇപ്പോൾ ഒരു വ്യക്തത വന്നിരിക്കുന്നു. കാരണം 2 പേരുടേത് ഹൃദയാഘാതം, ഒരാളുടേത് സാധാരണ മരണം എന്നുള്ളതാണ്. ഇനി 2 പേരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്തു വരാനുണ്ട്. ആ മരണകാരണം എന്താണ് എന്നത് സംബന്ധിച്ചാണ് ഇനി അറിയേണ്ടത്. അപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ അതാണ്. മൃതദേഹങ്ങളൊക്കെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇനി മറ്റ് നടപടിയിലേക്ക് വരികയാണെങ്കിൽ ആശുപത്രി നിലവിലെ സാഹചര്യത്തിൽ പഴയപടി ആകണമെങ്കിൽ അതിന് 3 ദിവസത്തെ സമയമാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 3-ാം ദിവസം ആശുപത്രി പഴയ രീതിയിൽ തന്നെ പ്രവർത്തിക്കും എന്നൊരു കാര്യം ഇന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഏകദേശം അത് അതുപോലെ തന്നെ ആയിരിക്കും നടക്കുക എന്ന് നമുക്ക് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഞാൻ നിൽക്കുന്നത് ആശുപത്രിക്ക് മുൻപിലാണ്. ഇന്നലെ ഇത്തരത്തിൽ ഈ ഒരു അപകടം നടന്ന സ്ഥലത്ത് നിലവിൽ ആശുപത്രിയുടെ ക്ലീനിങ് പൂർണ്ണമായിട്ടും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇന്നലെ ഈ അപകടം പറ്റിയ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പൊട്ടിത്തെറി ഉണ്ടായ പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ആശുപത്രിക്ക് അകത്തുണ്ടായിരുന്നു. ഇതിനോടകം തന്നെ ഇവിടെയുള്ള യന്ത്ര സാമഗ്രികളൊക്കെ തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. പുതിയ സാമഗ്രികൾ ഓർഡർ ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട നടപടികൾ ബന്ധപ്പെട്ട അധികാരികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളാണ്. അന്വേഷണത്തിന് വിദഗ്ധ സമിതിയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ഹെൽത്തുമായി ബന്ധപ്പെട്ട ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പരിശോധന നടത്താൻ വിദഗ്ധ സംഘം, അതായത് മറ്റ് ആശുപത്രികളിലെ വിദഗ്ധ സംഘത്തെ ഇതുമായി ബന്ധപ്പെട്ട് നിയോഗിച്ചിട്ടുണ്ട്. അവർ നാളെ മുതൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ നടത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൂടാതെ സാങ്കേതിക അന്വേഷണമാണ് പിന്നെ നടക്കേണ്ടത്. ഫോറൻസിക് പരിശോധന ഇതിനോടകം തന്നെ ആരംഭിച്ചു. അതിന്റെ സാമ്പിളുകളൊക്കെ അവർ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീടുള്ളത് PWD ഇലക്ട്രിക് വിഭാഗത്തിന്റെ പരിശോധനയാണ്. അതും പ്രാഥമികമായിട്ടുള്ളത് ഇന്ന് പൂർത്തിയായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ച ഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് ഷോർട്ട് സർക്യൂട്ടാണ് ഇത്തരത്തിൽ ഈ ഒരു അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളത്. ഇനി അതല്ലെങ്കിൽ ബാറ്ററിക്കകത്തെ തകരാറാകാം എന്നുള്ളൊരു കാര്യവും പറയുന്നുണ്ട്. പക്ഷേ നിലവിൽ ബാറ്ററിക്ക് 2026 ഒക്ടോബർ വരെ വാറന്റി ഉണ്ട് എന്നുള്ളൊരു കാര്യവും ആരോഗ്യമന്ത്രി ഇന്ന് അറിയിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട തുടർ അന്വേഷണങ്ങൾ അല്ലെങ്കിൽ വിശദമായിട്ടുള്ള അന്വേഷണം ഇനിയുള്ള മണിക്കൂറുകളിലുണ്ടാവും. പ്രത്യേകിച്ച് നാളെ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ നേരത്തെ ഉന്മേഷ സൂചിപ്പിച്ചതുപോലെ തന്നെ 151 രോഗികളാണ് ആകെ ആശുപത്രിയിൽ ആ ഘട്ടത്തിൽ ചികിത്സയിൽ ഉണ്ടായിരുന്നത്. അതായത് ഈ എമർജൻസി വിഭാഗത്തിൽ. അതിൽ 114 പേർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ നിലവിൽ ചികിത്സയിൽ തുടരുകയാണ്. 37 പേരെയാണ് മറ്റിടങ്ങളിലേക്ക് മാറ്റിയിട്ടുള്ളത്. അതായത് നഗരപരിധിയിലുള്ള സ്വകാര്യ ആശുപത്രികളിലേക്കാണ് ഈ 37 പേരെ മാറ്റിയിട്ടുള്ളത്. ഇതിൽ 5 പേരാണ് മരിക്കുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ ഇന്നലെ വൈകിട്ട് 7:30 കൂടിയാണ് ഈ കെട്ടിടത്തിലെ വൈദ്യുതി നിലച്ചിട്ടുണ്ടായിരുന്നത്. നിലവിൽ ഇപ്പോൾ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ സാധിച്ചോ എന്നുള്ളത്, അത് പൂർണ്ണാർത്ഥത്തിൽ പുനഃസ്ഥാപിക്കാൻ പറ്റിയ എന്നല്ല, പക്ഷേ താൽക്കാലികമായെങ്കിലും വലിയ രീതിയിൽ ആ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഈ CCTV ദൃശ്യങ്ങൾ, അതായത് ഈ സംഭവം നടക്കുന്ന സമയത്തുള്ള CCTV ദൃശ്യങ്ങളും അതുപോലെ തന്നെ ഹാർഡ് ഡിസ്കും പോലീസിന് കൈമാറിയിട്ടുണ്ട്. എന്തായാലും പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. 3 പേരുടെ മരണത്തിൽ അസ്വാഭാവികതയില്ല, സാധാരണ മരണമാണ് ഒരാളുടേത്. ഷഹദർ ഉമാറാണ് വിവരങ്ങൾ നൽകിയത്. ഈ വിഷയത്തിൽ പ്രേക്ഷക പ്രതികരണങ്ങൾ കൂടി ഉണ്ടാകുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ അനാസ്ഥയുണ്ടായോ അശ്രദ്ധയുണ്ടായോ ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന്, ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യമുണ്ട്. അക്കാര്യത്തിലൊക്കെ ഉത്തരം കിട്ടണമെങ്കിൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. സാങ്കേതിക തലത്തിലുള്ള അന്വേഷണവും മറ്റൊന്ന് ഡോക്ടേഴ്സ് തലത്തിലുള്ള അന്വേഷണവും. മറ്റൊരു ജനകീയ വിഷയത്തിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. സംസ്ഥാനത്ത് തെരുവുനായ ശല്യം രൂക്ഷമാവുകയാണ്. പേവിഷബാധയേറ്റ് ഈ കൊല്ലം മാത്രം 13 പേരാണ് മരിച്ചത്. ഏപ്രിൽ 8-നാണ് കൊല്ലം കുന്നിക്കോട് 7 വയസ്സുകാരിക്ക് തെരുവുനായയുടെ കടിയേറ്റത്. വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ സ്ഥിരീകരിച്ച കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. ഡിസംബർ 13-നാണ് പത്തനംതിട്ട പുല്ലോട് സ്വദേശിനിയായ ഭാഗ്യലക്ഷ്മിക്ക് തെരുവുനായയുടെ കടിയേറ്റത്. വാക്സിനുകളെല്ലാം കൃത്യമായി എടുത്തെങ്കിലും കുട്ടി മരിച്ചു. തെരുവുനായ്ക്കളെ പിടിച്ചുകെട്ടുന്നതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ വീഴ്ച വരുത്തുന്നു എന്നാണ് നാട്ടുകാരുടെ ആരോപണം. നായ്പേടിയിലാണ് നമ്മുടെ നാട്. പത്തനംതിട്ടയിൽ 13-കാരിയെയും കുന്നിക്കോട് 7 വയസ്സുകാരിയെയും അതിക്രൂരമായാണ് തെരുവുനായ ആക്രമിച്ചത്. പത്തനംതിട്ട പുല്ലാട് സ്വദേശിനി ഭാഗ്യലക്ഷ്മിയെ നായ കടിച്ചത് ഡിസംബർ 13-ന്. വാക്സിനുകളെല്ലാം കൃത്യമായി എടുത്തു. എന്നിട്ടും ഏപ്രിൽ 9-ന് കുട്ടി മരിച്ചു.
പേവിഷബാധയേറ്റാണ് കുട്ടിയുടെ മരണമെന്ന പിതാവ്. കുഴിഞ്ചേരി കൊണ്ടുവന്ന് മുറിവിനും ഇഞ്ചക്ഷൻ എടുത്തതാണ്. അല്ലാതെ 4 ഇഞ്ചക്ഷൻ വേറെ ഉള്ളത് എല്ലാം പൂർത്തിയാക്കി. ഇപ്പം 4ാമത്തെ മാസം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കുഞ്ഞിന് ഈ അസ്വസ്ഥത ഉണ്ടാകുന്നതും. 9-ാം തീയതി രാവിലെ 9:22 ആയപ്പോൾ കുഞ്ഞ് മരിച്ചു. ഏപ്രിൽ 9-ന് കുഞ്ഞ് മരിച്ചു. കുന്നിക്കോട് 7 വയസ്സുകാരിക്ക് തെരുവുനായയുടെ കടിയേറ്റത് ഏപ്രിൽ 8-ന്. വീടിന് സമീപം നിർമ്മാണം പുരോഗമിക്കുന്ന ബന്ധുവിന്റെ വീട്ടിലെ തൊഴിലാളികൾക്ക് കുടിവെള്ളവുമായി എത്തിയതാണ്. ഈ സമയത്ത് അവിടെയുണ്ടായിരുന്ന തെരുവുനായ കുട്ടിയെ ആക്രമിക്കുകയായിരുന്നു. പ്രതിരോധ കുത്തിവയ്പ്പുകളെല്ലാം കൃത്യമായി എടുത്തു. എന്നിട്ടും കുട്ടിക്ക് പേവിഷബാധയേറ്റു. പുനലൂർ താലൂക്ക് ആശുപത്രിയിലെടുത്ത പ്രതിരോധ കുത്തിവയ്പ്പിലാണ് വീട്ടുകാർക്ക് സംശയം. 29-ാം തീയതി രാത്രി ആയപ്പോഴത്തേക്കും ഈ ബാക്കിലൊരു ചെറിയ മുറിവുണ്ടായിരുന്നു. അതിനകത്തൊരു കുത്തിവലി വന്നു. അങ്ങനെ കുത്തിവലി വന്നു. ബാക്കിയുള്ള മുറിവിനെല്ലാം കുത്തിവലിയായി. കൈ പിന്നെ വേദനയായി. അങ്ങനെ രാത്രി ഒരു 2 മണിയായപ്പോഴത്തേക്ക് ടെമ്പറേച്ചർ കൂടും. പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമെന്ന് നാട്ടുകാർ. ഇപ്പോൾ ഒരു പൊടിക്കുഞ്ഞുതാണ് ഇപ്പോൾ സീരിയസ് ആയിട്ട് കിടക്കുന്നത്. ഇനിയും ആ പട്ടിയുടെ കൂട്ടത്തിൽ ഒരുപാട് പട്ടികളെ അത് കടിച്ചിട്ടുമുണ്ട്. ആ പട്ടികൾ തന്നെ ഈ ചുറ്റും കിടന്ന് കറങ്ങുകയും ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും നടപടിയിൽ ഇനിയും അപകടങ്ങൾ കൂടാൻ സാധ്യതയുള്ളൂ. ഇതിനു മുൻപും ഇവിടെ തെരുവുനായുടെ കടിയേറ്റത് നിരവധി പേർക്ക്. ഞങ്ങൾക്കിപ്പോൾ നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ കഴിയുക. എൻ്റെ 2 മക്കളെ പട്ടി അടിച്ചു. റോഡരികിൽ അറവു മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതാണ് നായ്ക്കൾ പെരുകാൻ കാരണമെന്നും പലതവണ പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്നും നാട്ടുകാർ. വിളക്കുടി പഞ്ചായത്തിൽ തെരുവുനായ്ക്കളുടെ ശല്യം ഇവിടെ മാത്രമല്ല. പലതവണ പ്രതിഷേധങ്ങളും പരാതികളും ഉയർന്നെങ്കിലും അധികാരികൾ കണ്ണടച്ചിരുന്നു. ഒടുവിൽ കണ്ണു തുറക്കാൻ ഇത്തരമൊരു ദാരുണ സംഭവം അരങ്ങേറേണ്ടി വന്നു എന്ന് മാത്രം. സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് ഭരണസമിതി അടിയന്തര യോഗം വിളിച്ചു ചേർത്തു. ഇന്നു തന്നെ പ്രദേശത്തെ തെരുവുനായ്ക്കളെ പിടികൂടാനും തീരുമാനമെടുത്തു. വേസ്റ്റ് ഇടുന്ന ഭാഗങ്ങളിലാണ് തെരുവുനായ്ക്കൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ ഇവയെ നമുക്ക് വന്ധീകരണത്തിന് വിധേയമാക്കി നമ്മളൊരു പുതിയ ഷെൽട്ടർ കുരിയോട്ടുമലയിൽ ആരംഭിക്കുന്നുണ്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ. അപ്പോൾ എത്രയും വേഗം അതിൻ്റെ പണി പൂർത്തിയാക്കി അതിനെ നമ്മൾ അവിടത്തേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള ചില തീരുമാനങ്ങൾ ഇന്ന് കമ്മിറ്റിയിൽ എടുത്തിട്ടുണ്ട്. ആരോഗ്യവകുപ്പിൽ നിന്നുള്ള പ്രത്യേക സംഘവും സ്ഥലത്ത് പരിശോധന നടത്തി. പഞ്ചായത്തുമായിട്ട് നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് ഇനിയിപ്പോൾ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഏകോപിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഒരു ഇൻ്റർസെക്ടർ മീറ്റിങ്ങൾ വിളിച്ചിട്ട് ഇവിടെ പത്തനാപുരം ബ്ലോക്കിൽ മൊത്തത്തിലൊരു അവയർനെസ് കൊടുക്കുക. ഇതുപോലുള്ളൊരു ഇൻസിഡൻറ്റ് ഇനി ഉണ്ടാവാത്ത രീതിയിലുള്ള ഇടപെടലാണ് ഇനി നോക്കുന്നത്. കുട്ടിയുമായി സമ്പർക്കത്തിലേർപ്പെട്ടവർ എത്രയും വേഗം പ്രതിരോധ വാക്സിൻ എടുക്കണമെന്നും ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. 7 വയസ്സുകാരിയെ തെരുവുനായ കടിച്ചു കീറുന്നതുവരെ കാത്തിരിക്കേണ്ടി വന്നു ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾക്ക് ഒന്നുണരാൻ. വൈകിയെത്തിയ ഈ നടപടികൾ ഇനിയും വെച്ചു താമസിപ്പിക്കരുത്. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 കൊട്ടാരക്കര. പൊതുജനം കഴുതയല്ല സാർ. പേവിഷബാധയേറ്റുള്ള മരണം കേരളത്തിൽ കൂടുന്നു എന്ന കണക്കുകൾ പറയുന്നു. തെരുവുനായ്ക്കളുടെ കടിയേറ്റാൽ എന്ത് ചെയ്യണം നോക്കാം. പേവിഷബാധയേറ്റ് ഇക്കൊല്ലം മരിച്ചത് 13 പേരാണ്. 2025 തുടങ്ങി 5 മാസമാകുമ്പോഴുള്ള കണക്കാണിത്. 9 വർഷത്തെ കണക്കെടുത്താൽ 124 പേരാണ് പേവിഷബാധ മൂലം മരിച്ചത്. 17.39 ലക്ഷം പേർക്കാണ് നായയുടെ കടിയേറ്റത്. തെരുവുനായ്ക്കളുടെ എണ്ണം അനുദിനം കേരളത്തിൽ ഉയരുകയാണ്. പേവിഷബാധയ്ക്ക് മുന്നിൽ മരുന്നുകൾ പോലും പരാജയപ്പെടുന്ന സാഹചര്യങ്ങളും ഉണ്ടാകുന്നു. തെരുവുനായുടെ കടിയേറ്റാൽ ആദ്യം എന്ത് ചെയ്യണമെന്നും നോക്കാം. തെരുവുനായുടെ കടിയേറ്റാൽ ആദ്യ മിനിറ്റുകൾ പ്രധാനമാണ്. കടിയേറ്റ ഭാഗം മുഴുവൻ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കണം. ഇത് മുറിവിലുള്ള വൈറസ് പരമാവധി ഒഴിവാക്കാൻ ഉപകരിക്കും. അതിനുശേഷമാണ് കുത്തിവെപ്പെടുക്കേണ്ടത്. കടിയേറ്റ ഭാഗത്തെ മുറിവിലൂടെയാണ് പേപ്പട്ടിയുടെ ഉമിനീരും അതിൽ നിന്നുള്ള വൈറസും മനുഷ്യരുടെ ശരീരത്തിലേക്ക് കടക്കുന്നത്. ഇത് നാഡികളിലൂടെ സഞ്ചരിച്ച് സുഷുമ്നയിലും തലച്ചോറിലും എത്തുന്നു. അപ്പോഴാണ് പേവിഷബാധ ഉണ്ടാകുന്നത്. വളരെ സാവധാനമാണ് വൈറസുകൾ സഞ്ചരിക്കുക. അതുകൊണ്ടുതന്നെ സാധാരണ ഒരു ദിവസം 1-2 സെന്റിമീറ്റർ മാത്രമാണ് ഇവയ്ക്ക് സഞ്ചരിക്കാനാവുക. അതിനാലാണ് കടിയേറ്റ ഭാഗത്ത് നിന്ന് വൈറസ് തലച്ചോറിലേക്ക് എത്തുന്നതിന് മുൻപേ വാക്സിൻ ഉപയോഗിച്ച് ഇവയെ നിർവീര്യമാക്കുന്നത്. അപ്പോഴും ചോദ്യമുയരുന്നത് ഇതാണ്: വാക്സിൻ എടുത്തിട്ടും എന്തുകൊണ്ട് പേവിഷബാധയുണ്ടാകുന്നു? അരയ്ക്ക് മേലോട്ട്, അതായത് നാഡികൾ കൂടുതലുള്ള തല, മൂക്ക്, ചെവി, ചുണ്ട്, മുഖം, കഴുത്ത്, വിരൽത്തുമ്പുകൾ എന്നിവിടങ്ങളിലാണ് കടിയേൽക്കുന്നതെങ്കിൽ റിസ്ക് കൂടുതലാണ്. കടിയേൽക്കുന്നത് തലഭാഗത്താണെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് വൈറസുകൾ തലച്ചോറിലെത്തുന്നു. ഇതുകൊണ്ടാണ് പ്രതിരോധ വാക്സിൻ ശരീരത്തിലെടുത്തിട്ടും പേവിഷബാധയുണ്ടാകാൻ കാരണമാകുന്നത്.
കാലിലോ ശരീരത്തിന്റെ താഴെ ഭാഗങ്ങളിലോ ആണ് കടിയേൽക്കുന്നതെങ്കിൽ വൈറസ് തലച്ചോറിലെത്താൻ സമയമെടുക്കും. തലവേദന, ക്ഷീണം, നേരിയ പനി, കടിയേറ്റ ഭാഗത്ത് അനുഭവപ്പെടുന്ന വേദനയും തരിപ്പുമാണ് പേവിഷബാധയുടെ പ്രാരംഭ ലക്ഷണങ്ങൾ. തുടർന്ന് വെളിച്ചം, വായു, വെള്ളം എന്നിവയോടുള്ള ഭയമുണ്ടാകുന്നു. സാധാരണഗതിയിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകാൻ 2 മുതൽ 3 മാസം വരെ എടുക്കും. ചിലപ്പോൾ അത് ഒരാഴ്ച മുതൽ 1 വർഷം വരെയാകാം. കുട്ടികളിലാണ് പെട്ടെന്ന് പേവിഷബാധയേൽക്കാൻ സാധ്യത. ഉയരം കുറവായതിനാൽ കുട്ടികളുടെ തലയിലോ കഴുത്തിലോ മുഖത്തോ ഒക്കെ പെട്ടെന്ന് കടിയേൽക്കാൻ സാധ്യതയുണ്ട്. പേവിഷബാധ എങ്ങനെ പ്രതിരോധിക്കാമെന്ന് നോക്കാം. വളർത്തുമൃഗങ്ങൾക്ക് യഥാസമയം പ്രതിരോധ കുത്തിവയ്പ് എടുക്കുക. നാടൻ നായയായാലും വിദേശ ഇനം നായയായാലും പ്രതിരോധ കുത്തിവയ്പ് എടുക്കണം. നായകൾ ജനിച്ച് 2 മാസം കഴിഞ്ഞ് തൊട്ടടുത്ത മാസവും കൂടാതെ എല്ലാ വർഷവും ബൂസ്റ്റർ ഡോസ് വാക്സിനും നൽകണം. മൃഗങ്ങളോട് കരുതലോടെ ഇടപെടുക. ഉപദ്രവിക്കുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്യരുത്. മൃഗങ്ങൾ കടിക്കുകയോ മാന്തുകയോ നക്കുകയോ ചെയ്താൽ ആ വിവരം യഥാസമയം അധ്യാപകരെയോ രക്ഷിതാക്കളെയോ അറിയിക്കണം. ഈ സന്ദേശം കുട്ടികൾക്ക് നൽകുക. മൃഗങ്ങളെ പരിപാലിക്കുന്ന വ്യക്തികളും പ്രതിരോധ കുത്തിവയ്പ് എടുക്കുക. കടിയേറ്റാൽ ഉടനെയും തുടർന്ന് 3, 7, 28 എന്നീ ദിവസങ്ങളിലും പ്രതിരോധ കുത്തിവയ്പ് എടുക്കണം. വാക്സിനുകൾ ഒരു നല്ല ശതമാനം ആൾക്കാരിലും, ഓൾമോസ്റ്റ് ഒരു 99% ആൾക്കാരിലും ഇത് തടയുമെങ്കിലും ഏറ്റവും പ്രാധാന്യമുള്ളത് ഒരു പക്ഷേ പ്രഥമ ശുശ്രൂഷയും വാക്സിനേഷൻ ഡിലേ വരാത്ത തരത്തിലേക്ക് വാക്സിനേഷൻ എടുക്കുന്നതും തന്നെയാണ് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത്. പുതിയ സാമ്പത്തിക വർഷത്തിൽ തെരുവുനായ ആക്രമണം തടയാനുള്ള പദ്ധതിക്കായി കോടികൾ നീക്കിവച്ചിട്ടുണ്ട്. തെരുവുനായ്ക്കൾക്കുള്ള വാക്സിനേഷൻ, ആനിമൽ ബർത്ത് കൺട്രോൾ റൂൾസ്, റാബിസ് ഫ്രീ കേരള തുടങ്ങിയ പരിപാടികൾക്കായി തദ്ദേശ സ്ഥാപനങ്ങൾ നീക്കിവച്ചിട്ടുള്ളത് 47 കോടി 60 ലക്ഷം രൂപയാണ്. നായ്ക്കളുടെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ 2 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് 15 ABC കേന്ദ്രങ്ങളാണുള്ളത്. പക്ഷേ ഇതിൽ 5 സെന്ററുകൾക്ക് സ്ഥലം കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. പേവിഷബാധ നിയന്ത്രിക്കുന്നതിനായി വളർത്തുനായ്കളെ വാക്സിനേറ്റ് ചെയ്യാൻ ഉടമകൾക്കും തെരുവുനായ്കളെ വാക്സിനേറ്റ് ചെയ്യാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങൾ വാക്സിനേഷൻ ഡ്രൈവ് നടത്തിവരുന്നു. ഇങ്ങനെയൊക്കെ പദ്ധതികൾ ഉള്ളപ്പോഴും പലപ്പോഴും അതിൽ വീഴ്ച വരുന്നു. പേവിഷബാധ മാരകമാണ്. വേണ്ട കരുതലുകളും നടപടികളും സ്വീകരിക്കുക എന്നത് പ്രധാനമാണ്. പൊതുജനം കഴുതയല്ല സാർ. ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്. കണ്ണൂർ തലശ്ശേരിയിൽ യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്ത 3 പേർ അറസ്റ്റിൽ. മുഴപ്പിലങ്ങാട് സ്വദേശി പ്രജിത്ത്, ബീഹാർ സ്വദേശികളായ ആസിഫ് സാഹബൂൽ എന്നിവരാണ് അറസ്റ്റിലായത്. അരുൺ പൂപ്പറമ്പ് വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന്. അരുൺ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഉന്മേഷ്, പോലീസ് നൽകുന്ന വിവരം അനുസരിച്ച് ഏപ്രിൽ 26-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. തലശ്ശേരി റെയിൽവേ സ്റ്റേഷന് സമീപത്ത് ഒരു റെയിൽവേ ട്രാക്കിന് തൊട്ടടുത്തുള്ള ഒരു കുറ്റിക്കാട്ടിൽ വെച്ചാണ് ഈ പീഡനം നടന്നതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. കണ്ണൂർ സ്വദേശിയായിട്ടുള്ള യുവതിയാണ് പീഡനത്തിന് ഇരയായത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 3 പേരെയാണ് തലശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒരു മലയാളിയും 2 ബീഹാർ സ്വദേശികളുമാണ്. മുഴപ്പിലങ്ങാട് സ്വദേശി പ്രജിത്ത്, ബീഹാർ ദുർഗാപൂർ സ്വദേശി ആസിഫ്, ബീഹാർ പ്രാണപൂർ സ്വദേശി സഹാബുൽ എന്നിവരെയാണ് തലശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ പീഡനത്തിന് ശേഷം യുവതി നടന്ന് ഈ ട്രാക്കിൽ പോയി ഇരിക്കുകയായിരുന്നു. അതിനുശേഷം മറ്റ് ആരുടെയൊക്കെയോ സഹായത്തോടു കൂടിയാണ് കോഴിക്കോട് ആശുപത്രിയിൽ പ്രവേശിക്കുകയും അവിടെ നിന്നാണ് ഈ വിവരം തലശ്ശേരി പോലീസിന് ലഭിച്ചതെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ആരോഗ്യവും മാനസികവുമായ ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ പീഡനത്തിന് ശേഷം ആ ഷോക്ക് ഉള്ളതുകൊണ്ട് തന്നെ യുവതിയുടെ മൊഴി രേഖപ്പെടുത്താൻ സാധിച്ചിരുന്നില്ല. പിന്നീട് അത് ഭേദമായതിനു ശേഷമാണ് പോലീസ് വിശദമായ മൊഴി രേഖപ്പെടുത്തിയത്. അതിനുശേഷമാണ് ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് ഇപ്പോൾ കടന്നിട്ടുമുള്ളത്. ഇതിൽ 2 പേർ കൂടി ഉണ്ട് എന്ന സൂചന കൂടി പോലീസ് നൽകുന്നുണ്ട്. പക്ഷേ അത് സംബന്ധിക്കുന്ന സ്ഥിരീകരിച്ച വിവരം ഇപ്പോൾ ലഭ്യമായിട്ടില്ല. നിലവിൽ 3 പേരെയാണ് ഈ കൂട്ടബലാത്സംഗവുമായി ബന്ധപ്പെട്ട് തലശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അരുൺ പൂപ്പറമ്പയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന്. കോട്ടയം വിലങ്ങുപാറയിലാണ് മീനച്ചിലാറ്റിൽ കുളിക്കാനിറങ്ങിയ 2 വിദ്യാർത്ഥികളെ കാണാതായത്. 4 അംഗ സംഘത്തിലെ 2 പേരാണ് ഇവർ. ഭരണങ്ങാനത്ത് ജർമ്മൻ ഭാഷ പഠിക്കാൻ എത്തിയവരാണ് ഈ ദുരന്തത്തിൽപ്പെട്ടത്. ടോബി ജോൺസൺ ഉണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ കോട്ടയത്ത് നിന്ന്. ടോബി, ഇവരെക്കുറിച്ച് എന്തെങ്കിലും സൂചനകളുണ്ടോ? ടോബി.
ഉന്മേഷ്, തിരച്ചിൽ തുടരുകയാണ്. ഏകദേശം 4 മണിയോടുകൂടിയാണ് 4 പേരടങ്ങുന്ന വിദ്യാർത്ഥികളുടെ സംഘം ഈ പാലത്തിന്, വിലങ്ങുപാറ പാലത്തിന് താഴെയായി ഭരണങ്ങാനത്ത് കുളിക്കാൻ വേണ്ടി എത്തിയത്. അതിൽ 3 പേർ വെള്ളത്തിലിറങ്ങി, ഒരാൾ തിരിച്ചു കയറി, മറ്റൊരാൾ പുഴയിൽ ഇറങ്ങിയില്ല. പക്ഷേ ഈ കുളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കാലുവഴുതി ഇവർ ബാക്കി 2 പേരും ഒഴുക്കിൽപ്പെട്ട് പോവുകയായിരുന്നു എന്നാണ് നമുക്ക് ആ പ്രദേശത്ത് നിന്നും അറിയാൻ സാധിക്കുന്നത്. ഉടൻ തന്നെ നാട്ടുകാർ ഫയർഫോഴ്സിന് വിവരം അറിയിച്ചു. ഒപ്പം തന്നെ സന്നദ്ധ സംഘടനകളും അതുപോലെ തന്നെ നന്മക്കൂട്ടം പോലെയുള്ള സംഘങ്ങളും ഇവിടെ എത്തി വിശദമായിട്ടുള്ള പരിശോധന, ഈരാറ്റുപേട്ടയിൽ നിന്നുള്ള സന്നദ്ധ പ്രവർത്തകരടക്കം ഇവിടെ എത്തി പരിശോധന ആരംഭിച്ചു. പക്ഷേ ഇതുവരെ ഈ 2 പേരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. എന്തായാലും തിരച്ചിൽ തുടരുകയാണ്. കൂടുതൽ രാത്രിയായി കഴിഞ്ഞാൽ ഈ തെരച്ചിൽ നിർത്താനുള്ള സാധ്യതയുണ്ട്. ഒഴുക്കിൽപ്പെട്ട് ദൂരേക്ക് എവിടേക്കെങ്കിലും പോയിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് നിലവിലുള്ളത്. ജർമ്മൻ ഭാഷ പഠിക്കുന്നതിന് വേണ്ടി ഇവിടെയുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ എത്തിയതാണ് അവധിക്കാലത്ത് ഈ കുട്ടികൾ. അതിനിടയിലാണ് ഇങ്ങനെ കുളിക്കാനിറങ്ങി ഈ അപകടത്തിൽപ്പെടുന്നത്. എന്തായാലും തിരച്ചിൽ തുടരുകയാണ്. ഉന്മേഷ്. ടോബി ജോൺസണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ കോട്ടയത്ത് നിന്ന് ഇനി മുതലപ്പുഴയിലേക്കാണ്. അവിടെ ആദ്യഘട്ട ട്രയൽ റൺ വിജയകരം എന്ന കമ്പനി അധികൃതർ അറിയിക്കുന്നു. ചന്ദ്രഗിരി ഡ്രഡ്ജർ പുഴയ്ക്ക് അടുത്തെത്തിക്കണമെങ്കിൽ ഇനിയും 24 മണിക്കൂർ സമയം ആവശ്യമുണ്ട്. തിങ്കളാഴ്ചയോടുകൂടി മണൽ നീക്കം തുടങ്ങാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിക്കുന്നത്. മേഘന മുരളിയുണ്ട് വിശദാംശങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന്. മേഘന, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, കഴിഞ്ഞ 9 ദിവസങ്ങൾക്ക് മുന്നെയാണ് കണ്ണൂരിൽ നിന്ന് ചന്ദ്രഗിരി ഡ്രഡ്ജർ മുതലപ്പുഴയിൽ എത്തിക്കുന്നത്. അതിനുശേഷം ഇന്ന് വരെ അത് പ്രവർത്തനം, അതായത് ഈ മണൽ നീക്കം എന്നുള്ള പ്രവർത്തനം ഇതുവരെ തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അതിൽ പ്രധാനമായും കമ്പനി അധികൃതർ പറയുന്നത് ഒരു സാങ്കേതിക തടസ്സം, ഇതിൽ പൈപ്പിനടക്കം, ഈ ഡ്രഡ്ജറിന് ഘടിപ്പിക്കേണ്ട പൈപ്പിനടക്കം സാങ്കേതിക തകരാറുണ്ട് എന്നുള്ളതാണ്. അതിനുശേഷം ഇന്ന് വൈകുന്നേരത്തോടു കൂടി അല്പസമയത്തിന് മുന്നെയാണ് ഇതിലൊരു ട്രയൽ റൺ പൂർത്തിയാക്കിയത്. ട്രയൽ റൺ വിജയകരം എന്നുള്ളതാണ് കമ്പനി അധികൃതർ ഇപ്പോൾ പറയുന്നത്. അതായത് ഈ പൊഴിക്ക് കുറച്ച് അകലെയായിട്ടാണ് ഇപ്പോൾ ചന്ദ്രഗിരി ഡ്രഡ്ജർ കെട്ടിയിട്ടിരിക്കുന്നത്. അവിടെ നിന്ന് ഈ വെള്ളം പുറത്തേക്ക് കടക്കാനുള്ള ഒരു പരീക്ഷണത്തിൽ വിജയകരം, അതായത് ഇപ്പോൾ ആ ഡ്രഡ്ജർ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് കമ്പനി അധികൃതർ പറയുന്നത്. പക്ഷേ ഇനിയും 24 മണിക്കൂർ കൂടി സമയം വേണ്ടിവരും. കാരണം ഈ പൊഴിയിൽ നിന്ന് കുറച്ച് അകലെയായിട്ടാണ് ഇപ്പോൾ ഡ്രഡ്ജർ നിലനിൽക്കുന്നത്. ഇനി ബോട്ടുകൾ ഉപയോഗിച്ച് കെട്ടിവലിച്ച് ഈ പൊഴിക്കടുത്തേക്ക് കൊണ്ടുവന്ന് മണൽ നീക്കം സാധ്യമാകുമോ എന്നുള്ളത് നോക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ അതിൽ പൂർണ്ണമായും ഒരു വിജയകരം എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ട്രയൽ റണ്ണാണ് പൂർത്തിയായിരിക്കുന്നത്. അതിൽ ഈ മത്സ്യത്തൊഴിലാളികളുടെ അടക്കം ഭാഗം എന്ന് പറയുന്നതും അവർക്ക് വിശ്വസനീയമല്ല. കാരണം ഇത്രയും ദിവസം വൈകി, അത് അവർക്ക് വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. ഈ ദിവസങ്ങൾ വൈകുന്നതും സമയം വൈകുന്നതും ഒക്കെ. അതുകൊണ്ട് ഇനി മണൽ നീക്കം എപ്പോൾ ആരംഭിക്കും, അത് തിങ്കളാഴ്ചയോടെ കൂടി ആരംഭിക്കുമെന്നുള്ളതാണ് കമ്പനി അധികൃതർ പറയുന്നത്. അതിനുശേഷം മാത്രമേ പ്രതിഷേധം അവസാനിപ്പിക്കുകയുള്ളൂ എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ശരി, മേഘന മുരളിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്തിന്റെ അഭിമാന പദ്ധതി ഇന്നലെ വിഴിഞ്ഞത്ത് വാതിൽ തുറന്ന് നമ്മൾ കണ്ടതാണ്. ഉത്സവാന്തരീക്ഷത്തിലാണ് വിഴിഞ്ഞം തുറമുഖം പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നാടിന്റെ മുഖച്ഛായ മാറ്റാൻ ഒരുങ്ങുമ്പോൾ അവഗണിക്കപ്പെട്ട ഒരു തുറമുഖ പദ്ധതിയുണ്ട് ആലപ്പുഴ ആർത്തുങ്കലിൽ. പദ്ധതി പ്രഖ്യാപിച്ച് പതിറ്റാണ്ടുകൾ പിന്നിട്ടു. പക്ഷേ നിർമ്മാണം ഇപ്പോഴും ഇഴഞ്ഞു തന്നെയാണ്. ആർത്തുങ്കൽ തുറമുഖം വേഗത്തിൽ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് സത്യഗ്രഹ സമരം ആരംഭിച്ചിരിക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾ. 24 വർഷങ്ങൾക്ക് മുൻപ് AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പ്രഖ്യാപിച്ച ഒരു പദ്ധതി, 10,000-കണക്കിന് വരുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് പ്രയോജനപ്പെടുന്ന, നാടിൻ്റെ തന്നെ മുഖച്ഛായ മാറ്റുന്ന ഒരു പദ്ധതി പക്ഷേ അവഗണിക്കപ്പെട്ടു എന്നതാണ് യാഥാർത്ഥ്യം. ഒരായുഷ്കാലം മീൻപിടുത്തം ഉപജീവനമാക്കിയവർ, 1/4 നൂറ്റാണ്ടായി ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളാണ് ജീവിതം പച്ചപിടിക്കുന്നതും സ്വപ്നം കണ്ട് തുറമുഖത്തിനായി കാത്തിരിക്കുന്നത്. 24 വർഷം 5 സർക്കാരുകളുടെ കാലാവധി കഴിഞ്ഞു. ഒരു അടിസ്ഥാന ജനവിഭാഗം, നമുക്കറിയാം ആലപ്പുഴ ജില്ലയിൽ ഹാർബറുകളില്ല നിലവിൽ. ഒരു ഹാർബറും ഇല്ലാത്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് അന്നത്തെ മുഖ്യമന്ത്രി AK ആന്റണി അർത്തുങ്കൽ ഹാർബർ പ്രഖ്യാപിക്കുന്നത്. പക്ഷേ ഞങ്ങൾ നിരന്തര സമരങ്ങൾ, ഇടപെടലുകൾ നടത്തിയിട്ട് അടിസ്ഥാനപരമായ ഒരു ജനവിഭാഗത്തിൻ്റെ തൊഴിൽ സുരക്ഷ, സാമ്പത്തിക സുരക്ഷ, സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു പദ്ധതിയാണ്. അതിവിടെ നടപ്പാക്കപ്പെടുന്നില്ല. ഹാർബർ എന്ന സ്വപ്നം എന്നേക്കുമായി അസ്തമിക്കുമെന്ന് തോന്നിയതോടെ മത്സ്യത്തൊഴിലാളികളും കുടുംബങ്ങളും സത്യാഗ്രഹ സമരം ആരംഭിച്ചു. അർത്തുങ്കൽ ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസിന് മുന്നിൽ കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സത്യാഗ്രഹ സമരം 1 മാസം പിന്നിട്ടു. കഞ്ഞിവെച്ചും കപ്പ പുഴുങ്ങിയും അവർ പ്രതിഷേധിച്ചു.
24 വർഷം പിന്നിട്ട ഹാർബർ നിർമ്മാണത്തിന് 161 കോടി രൂപ ഖജനാവിലെത്തിയിട്ടും സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ഫയലുകൾ വൈകിപ്പിക്കുന്നത് കൊച്ചിയിലെ മത്സ്യലോബിക്ക് വേണ്ടിയാണെന്നാണ് ആരോപണം. കൊച്ചി ലോബിയുടെ കൈക്കൂലി വാങ്ങിച്ചുകൊണ്ട് ഈ ഹാർബർ തടയാനുള്ള സംവിധാനം അവർ തന്നെ ഒരുക്കുകയാണ്. കാരണം ഈ ഹാർബറിന്റെ പണി തീർന്നാൽ കൊച്ചിയിലെ 70% വെള്ളവും കൊച്ചിയിൽ അടുക്കുന്നതല്ല ഇവിടെയാവും. അതുകൊണ്ട് അവിടുത്തെ ആദായം നഷ്ടപ്പെടുന്നതിന് അവിടുത്തെ മുതലാളിമാരുമായിട്ട് കൈകോർത്ത് നിന്നുകൊണ്ട് പലവിധത്തെ കാരണങ്ങൾ പറഞ്ഞ് ഇവിടെ ഹാർബർ തടയാൻ 2 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആരംഭിച്ച് പിന്നീട് മുടങ്ങിക്കിടന്ന പദ്ധതിക്ക് 2023 ഫെബ്രുവരിയിൽ കേന്ദ്രം അനുമതി നൽകിയതോടെ പുതുജീവൻ ലഭിച്ചു. 2 പുലിമുട്ടുകളുടെ പൂർത്തീകരണം, ഒരു വാർഫ്, ലേലഹാൾ എന്നിവയുടെ നിർമ്മാണം എന്നിവയാണ് ആസൂത്രണം ചെയ്ത പ്രധാന ജോലികൾ. എന്നാൽ 2 പുലിമുട്ടുകളും ഏതാനും ചില കെട്ടിടങ്ങളും നിർമ്മിക്കവേ തന്നെ ടെൻഡറിലെ തർക്കങ്ങൾ കോടതിയിലെത്തുകയും നിർമ്മാണങ്ങൾ നിലയ്ക്കുകയും ചെയ്തു. പിന്നീട് പ്രവൃത്തി റീടെൻഡർ ചെയ്തെങ്കിലും ഇതുവരെ അത് നൽകിയിട്ടില്ല. ആ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയത് കഴിഞ്ഞിട്ട് മറ്റു മാറി CPIയുടെ മന്ത്രി തന്നെ തിരുവനന്തപുരം 3 പ്രാവശ്യം വന്ന് അങ്ങയുടെ ആളാണ് ഇപ്പോഴത്തെ മന്ത്രി വന്നിരിക്കുന്നത്. ഇത് ഞങ്ങൾക്ക് ഒരു പ്രവർത്തനം ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ശെല്ലാന ഹാർബർ ഉദ്ഘാടനം കഴിഞ്ഞ് ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ഈ ചെത്തിയുടെ പ്രവർത്തനം തീരാൻ പോണു. അത് തോമസ് ഐസക്കിൻ്റെ പ്രവർത്തനത്തിൽ ഇന്ന് ഈ ഭയങ്കര വണ്ടിയൊക്കെ എല്ലാം അടിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും 20, 25, 30 വണ്ടി രാത്രിയും പകലും വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പണി തീരാൻ പോണു. എന്നിട്ട് ഞങ്ങളുടെ ഈ അർത്തങ്കര പ്രവർത്തനം ഒന്നും നടന്നിട്ടില്ല. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ തീരദേശമുള്ള ജില്ലയാണ് ആലപ്പുഴ. എന്നാൽ കായംകുളം മുതൽ അരൂർ വരെയുള്ള 80 കിലോമീറ്റർ ദൂരത്തിൽ മത്സ്യബന്ധന തുറമുഖങ്ങളില്ല. ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ തങ്ങളുടെ ബോട്ടിൽ കടലിൽ പോകാൻ എറണാകുളത്തെ വൈപ്പിനിലേക്കും ചെല്ലാനത്തേക്കും പോകണം. അതിരാവിലെ കടൽ പ്രക്ഷുബ്ധമാണ്. തിരമാലകളെ ചെറുത്ത് കടലിലൂടെയുള്ള യാത്ര അത്യന്തം സാഹസികവും ദുസ്സഹവും. വള്ളവും മത്സ്യബന്ധന യന്ത്രങ്ങളും ഉൾപ്പെടെ റോഡിലൂടെ യാത്രയ്ക്ക് മാത്രം പ്രതിദിനം 4000-ഓളം രൂപ ചെലവാകും. പുരോഗമനപ്പെട്ട് കിടക്കുന്ന ബാക്കി ബീച്ചുകളൊക്കെ, അതായത് ഇപ്പോൾ കോവളമോ അല്ലെങ്കിൽ ബാക്കി ഏതെങ്കിലും ബീച്ചിൻ്റെ അടുത്തുള്ള ഒരു പ്രോപ്പർട്ടി ആയിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തായാലും ബാങ്കുകാർ ലോൺ കൊടുക്കും. പക്ഷേ നമ്മളുടെ ഈ ബീച്ചിൻ്റെ അടുത്തുള്ളൊരു പ്രോപ്പർട്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ എപ്പോഴും പറയുന്ന റീസൺ, ഞാൻ +2 കഴിഞ്ഞത് 2012-ലാണ്. ആ സമയം മുതൽ ഞാൻ പല ആവശ്യത്തിന് എൻ്റെ അടുത്തുള്ള ബാങ്കിൽ ചെന്നിട്ടുണ്ട്. ഒരു ബാങ്കല്ല, പല ബാങ്കുകൾ, ചേർത്തലയിലുള്ള ബാങ്കിലും ചെന്നിട്ടുണ്ട്. എപ്പോഴും അവർ പറയുന്ന റീസൺ അർത്തുങ്കലാണ്, കടലിനടുത്താണ്, ലോൺ തരാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ കടലിനടുത്തുള്ള കുട്ടികൾ എങ്ങനെ പഠിക്കും? അർത്തുങ്കലിൽ ഒരു തുറമുഖം വരുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾ. അതിന് ഇനിയും നടപടികൾ നീണ്ടാൽ കടല് പോലെ പ്രക്ഷുബ്ധമാകും അവരുടെ സമരം. 24 ആലപ്പുഴ. പൊതുജനം കഴുതയല്ല സാർ. പാലക്കാട് ഒറ്റപ്പാലത്ത് നിന്നിപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്. അവിടെ തുണിക്കടയിൽ ഭാര്യയ്ക്കൊപ്പം വസ്ത്രം വാങ്ങാനെത്തിയ യുവാവിന് നേരെ ജീവനക്കാരന്റെ ആക്രമണം. പരിക്കേറ്റ ഒറ്റപ്പാലം ചുരങ്ങാട് സ്വദേശി മുഹമ്മദ് മുസ്തഫ വാണിയംകുളത്തെ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ഒറ്റപ്പാലം പോലീസ് ഈ സംഭവത്തിൽ കേസെടുത്തു. ഷോൾ മാറ്റി നൽകുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് ഈ മർദ്ദനത്തിൽ കലാശിച്ചത് എന്നാണ് ശ്രീജിത് ശ്രീകുമാറിന് അറിയിക്കുന്നത് ഇപ്പോൾ പാലക്കാട് നിന്ന്. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് അല്പസമയത്തിനകം നമ്മളെത്തും. തൃശൂർ പൂരത്തിന് ഒരുങ്ങി നാടും നഗരവും. നാളെയാണ് സാമ്പിൾ വെടിക്കെട്ട്. വിവാദങ്ങൾ ഒഴിവാക്കാൻ പൂരം നടത്തിപ്പിൽ ഇത്തവണ കനത്ത ജാഗ്രതയാണ് സർക്കാർ പുലർത്തുന്നത്. സ്വരാജ് റൗണ്ടിൽ നിന്ന് ഇത്തവണ പൂരം വെടിക്കെട്ട് കാണാൻ കഴിയും. പൂരനഗരിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ചിഹ്നങ്ങൾ അനുവദിക്കില്ലെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ പറഞ്ഞു. ഏതെങ്കിലും മതജാതി പ്രസ്ഥാനങ്ങളുടെ സിഗ്നലുകളോ സിംബലുകളോ ഫ്ലക്സുകളോ അല്ലെങ്കിൽ വിവലേഖകളോ ഒക്കെ പൂരവേദികളിൽ അവതരിപ്പിക്കുന്നുണ്ടായിക്കൂടാ. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ സിംബലുകളോ കൊടികളോ അതിൻ്റെ പ്രചരണ വേദിയായി പൂരവേദി മാറ്റിക്കൂടാ. കർശനമായി ആ വിഷയത്തിൽ പോലീസ് നിലപാട് സ്വീകരിച്ച് അതിന് ഗവൺമെന്റ് കൃത്യമായി ഇടപെടുന്നതാണ് എന്ന കാര്യം പറഞ്ഞു. ഈ അവലോകന യോഗത്തിൽ റവന്യൂ മന്ത്രി കെ രാജനും ഉണ്ടായിരുന്നു. മുൻകൂർ അനുമതിയില്ലാത്ത ആംബുലൻസുകൾ പൂരനഗരയിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്നായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് നേരെയുള്ള മന്ത്രി കെ രാജന്റെ ഉള്ളിയമ്പ്. രാത്രി പൂരവുമായി ബന്ധപ്പെട്ട് 11 മണിക്ക് ശേഷം പാറമേക്കാവിന്റെയും തിരുവമ്പാടിയുടെയും എഴുന്നള്ളിപ്പുകൾ ഏതെങ്കിലും വിധത്തിലുള്ള ബാരിക്കേഡ് തടസ്സങ്ങൾ ഉണ്ടാകേണ്ടതില്ല എന്ന് ഇത്തവണത്തെ പൂരത്തിന്റെ പ്രത്യേകതയായിട്ട് പൊതുവിൽ ആലോചിച്ചു. 2 ചില്ലിൽ തന്നെ DMOയുടെ ഓഫീസിൽ നിന്ന് ലഭ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് പതിച്ച ആംബുലൻസ് ഉള്ള വാഹനങ്ങൾ മാത്രമേ നഗരത്തിലേക്ക് കടത്തിവിടേണ്ടതുള്ളൂ എന്ന് കൃത്യമായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട്. നിഖിൽ പ്രമേഷുണ്ട് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി. നിഖിൽ, അങ്ങനെ തൃശ്ശൂരിൽ പൂരക്കാലമാണ്. എന്തൊക്കെ തീരുമാനങ്ങൾ ഇന്ന് ചേർന്ന യോഗത്തിൽ നിഖിൽ?
ഉന്മേഷ്, ഗുഡ് ഈവനിങ്. ഇന്നത്തെ യോഗത്തിൽ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊണ്ടു. വിവാദരഹിത പരാതിരഹിത പൂരമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 3 ഈ ജില്ലാ ഭരണകൂടത്തെ പ്രതിനിധാനം ചെയ്യുന്ന ആളുകളുടെ നേതൃത്വത്തിലായിരുന്നു യോഗം. മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിൽ മന്ത്രിമാരായ ഡോക്ടർ R ബിന്ദു, K രാജൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഈ വിശദമായിട്ടുള്ള അവലോകനം തന്നെ നടന്നു. പഴുതടച്ച രീതിയിൽ ഇത്തവണത്തെ പൂരം പരാതിരഹിത വിവാദരഹിത പൂരമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെയാണ് സാമ്പിൾ. അതിനുവേണ്ടി പൂർണ്ണമായും തൃശ്ശൂർ നഗരി ഒരുങ്ങിക്കഴിഞ്ഞുവെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ തന്നെ ഇവിടേക്ക് ആളുകൾ ഇങ്ങനെ എത്തിത്തുടങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പല ജില്ലകളിൽ നിന്ന് പൂരപ്രേമികളായിട്ടുള്ള ആളുകൾ ഇതിനോടകം തന്നെ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അവരൊക്കെ ഇതിനോടകം തൃശ്ശൂർ നഗരത്തിലെ ഹോട്ടലുകളിലൊക്കെ നമ്മൾ ചെന്ന് നോക്കുമ്പോൾ തന്നെ അറിയാൻ കഴിയും, അവിടെയൊക്കെ ഇതിനോടകം തന്നെ ഫില്ലാണ്. കാരണം പല മേഖലകളിൽ നിന്ന് ആളുകൾ വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ മന്ത്രി VN വാസവൻ പ്രധാനമായും പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ആളുകൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കഴിഞ്ഞ തവണയൊക്കെ അവർ നേരിട്ടത് മാതിരിയുള്ള ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനം പരിചയസമ്പന്നരായ പോലീസ് ഉദ്യോഗസ്ഥരെ അവിടെ വിന്യസിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ പോലീസുകാരുടെ പരിചയക്കുറവ് വലിയ രീതിയിൽ തിരിച്ചടിയാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ പരിചയസമ്പന്നരായ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കുന്നു എന്ന് മാത്രമല്ല, ഇത്തവണ മുൻകാലങ്ങളിൽ നിന്ന് വിഭിന്നമായിക്കൊണ്ട് എത്രയോ കാലങ്ങൾക്ക് ശേഷം ഈ സ്വരാജ് റൗണ്ടിൽ നിന്നുകൊണ്ട് തന്നെ വെടിക്കെട്ട് കാണാനാകും. വെടിക്കെട്ടിന്റെ മിഴിവേകുന്ന കാഴ്ചകൾ ഏറ്റവും അടുത്തുനിന്ന് കാണാനാകും. അതെല്ലാ സുരക്ഷയും പാലിച്ചുകൊണ്ടായിരിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതിനുള്ള സൗകര്യം കൂടി ഇത്തവണ ഒരുങ്ങുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് മാത്രമല്ല, 4000-ഓളം പോലീസുകാരെ വിവിധ ഇടങ്ങളിൽ വിന്യസിക്കുന്നു. അവർക്ക് കുടിവെള്ളം, അതായത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് കുടിവെള്ളം, അങ്ങനെയുള്ള തിരികെ യാത്ര, മടക്കയാത്രയ്ക്കുള്ള സൗകര്യങ്ങൾ, അങ്ങനെ എല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെ വൈകിട്ട് സാമ്പിൾ അരങ്ങേറും. അതിനുശേഷം 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ആ പൂരത്തിന് വേദി ഒരുങ്ങുകയായി. എല്ലാ പൂരപ്രേമികളെയും ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു എന്നാണ് മന്ത്രിമാർ ഒത്തൊരുമിച്ച് പറഞ്ഞത്. ശരി, നിഖിൽ പ്രമേഷാണ് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. നമ്മൾ നേരത്തെ നൽകിയ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളിലേക്കാണ്. പാലക്കാട് ഒറ്റപ്പാലത്താണ് തുണിക്കടയിൽ ഭാര്യയ്ക്കൊപ്പം വസ്ത്രം വാങ്ങാനെത്തിയ യുവാവിന് ജീവനക്കാരന്റെ മർദ്ദനമേറ്റത്. തുണി മാറ്റി നൽകുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. ശ്രീകുമാറിനുണ്ട് വിവരങ്ങളുമായി പാലക്കാട് നിന്ന്. നിഖിൽ, ഇപ്പോൾ എന്താണ് ഈ വിഷയത്തിൽ പോലീസ് സ്വീകരിച്ചിരിക്കുന്ന നടപടി? വിവരങ്ങൾ എന്തൊക്കെയാണ് നിഖിൽ? ശ്രമിക്കണം ശ്രീജിത്ത്. ഉന്മേഷ്, ഈ കഴിഞ്ഞ ദിവസമാണ് ഒരു തുണി വാങ്ങാൻ വേണ്ടി, വസ്ത്രം വാങ്ങാൻ വേണ്ടി അവിടേക്ക് ജംഷാന എത്തുന്നത്. ലോലിപോപ്പ് എന്ന ഒറ്റപ്പാലത്തൊരു വസ്ത്രവ്യാപാര സ്ഥാപനമാണ്. അപ്പോൾ ഒരു ഷാൾ നൽകിയിട്ടുണ്ടായിരുന്നില്ല. അത് വീണ്ടും മടക്കി നൽകണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം വീണ്ടും അവിടെ എത്തി. ആ സമയത്തും ഷാൾ നൽകിയത് കളർ മാറിപ്പോയി എന്നതിനെ ചൊല്ലിയുണ്ടായ ഒരു തർക്കമാണ് ഏറ്റവും ഒടുവിൽ ഒരു മർദ്ദനത്തിലേക്ക് എത്തിയത് എന്നാണ് അവിടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നത്. നമുക്ക് ആ പ്രതികരണവും ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ആദ്യഘട്ടത്തിൽ തർക്കമുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളുമായി. അതിനിടയിലാണ് ജീവനക്കാരൻ ഈ മുഹമ്മദ് മുസ്തഫയെ പിടിച്ച് ഇടിക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ നെഞ്ചിൽ കയറിയിരുന്ന് ഇടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിട്ടുള്ളത്. ഈ മുഹമ്മദ് മുസ്തഫയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇദ്ദേഹം വാണിയംകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സ തേടിയിരിക്കുകയാണ്. ഈ മാനേജറുടെ ഒരു പ്രതികരണം കൂടി നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. ഈ മുഹമ്മദ് മുസ്തഫ അങ്ങോട്ട് പ്രകോപിച്ചുകൊണ്ട് മാത്രമാണ് ഈ ഒരു സംഘർഷം ഉണ്ടായതെന്നൊരു പ്രതികരണമാണ് ഈ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. കൂടാതെ ഇത്തരത്തിൽ സംഘർഷം നടത്തിയ അല്ലെങ്കിൽ മർദ്ദിച്ച ജീവനക്കാരനെ താൽക്കാലികമായി മാറ്റി നിർത്തിയിട്ടുണ്ട് എന്നും പറയുന്നു. എന്തായാലും ഒറ്റപ്പാലം പോലീസ് ഇപ്പോൾ ഈ മർദ്ദിച്ച ജീവനക്കാരനെതിരെ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. ഈ മുഹമ്മദ് മുസ്തഫ ഇപ്പോഴും ചികിത്സയിലാണ്. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ ഞെട്ടിക്കുന്നതാണ്. ഉന്മേഷ്, ഒരു ദേഷ്യത്തിന്റെ പുറത്താണ് അത് വേറെ വല്ലതും ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അവൻ കടന്നാക്രമിക്കുകയാണ് ചെയ്തത്. ആദ്യം മുഖത്തേക്ക് അടിക്കുകയും പിന്നീട് ചാടി ചവിട്ടി നിലത്തിട്ട് കുത്തുകയും അങ്ങനെ പെങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് മർദ്ദിക്കുകയൊക്കെ ചെയ്തു. പിന്നീട് അവിടുന്ന് അതിനുശേഷം ഇപ്പോൾ ഞങ്ങൾ വിഷ്വൽസും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ പോവുകയും തുടർന്ന് കംപ്ലൈന്റ് ഫയൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഹോസ്പിറ്റലിൽ ഇവിടെ അഡ്മിറ്റഡ് ആണ്. പെങ്ങളും ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്. അളിയനും ട്രീറ്റ്മെന്റ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ശ്രീകുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ ലഭ്യമാക്കിയത്. കോഴിക്കോട് നിന്ന് കാണാത യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കണ്ണൻകടവ് സ്വദേശി അൽത്താഫിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. കാപ്പാട് ബീച്ചിലാണ് മൃതദേഹം കരക്കടിഞ്ഞത്. ഷഹദ് റുമാൻ കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ഷഹദ്, എന്തൊക്കെ വിവരങ്ങൾ നൽകുന്നുണ്ട് പോലീസ് ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട്? ഷഹദ്. ഉന്മേഷ, ഈ യുവാവിനെ കഴിഞ്ഞ ദിവസമാണ് കാണാതായിട്ടുണ്ടായിരുന്നത്. രാവിലെ ജോലിക്കാണ് ഈ യുവാവ് പോയിട്ടുണ്ടായിരുന്നത്. ബൈക്കുമായിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് വീട്ടിൽ തിരിച്ചെത്തിയില്ല. ഇതിനെ തുടർന്ന് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകുന്നു. പോലീസ് വ്യാപകമായിട്ട് ഈ യുവാവിനായിട്ടുള്ള തിരച്ചിൽ നടത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതിനിടയിൽ യുവാവിൻ്റെ ബൈക്ക്
അവിടെ സമീപത്തുള്ള ഈ ബീച്ചിനോട് ചേർന്ന് കണ്ടെത്തുന്നു. ആ ബീച്ചിനോട് ചേർന്ന് കണ്ടെത്തിയ ബൈക്കിൽ ഈ യുവാവിൻ്റെ ഡ്രസ്സുണ്ട്, അതുപോലെ തന്നെ ചെരുപ്പും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് ഈ കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ വ്യാപകമായിട്ട് കടലിൽ തിരച്ചിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇന്നലെ വ്യാപകമായിട്ട് ആ മേഖലയിൽ തിരച്ചിൽ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് മത്സ്യത്തൊഴിലാളികളാണ് അല്പസമയം മുൻപ് ഇത്തരത്തിൽ മൃതദേഹം കരക്കടഞ്ഞ നിലയിൽ കണ്ടെത്തുന്നത്. കണ്ണക്കടവ് സ്വദേശി അൽത്താഫിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. 23 വയസ്സാണ്. ഷഹദ് റഹ്മാനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കൊച്ചി കോർപ്പറേഷന് നാണക്കേടായിരിക്കുകയാണ് ഉദ്യോഗസ്ഥരുടെ കൈക്കൂലി കേസ്. കഴിഞ്ഞ 6 മാസത്തിനിടെ 5 പേരെയാണ് കൈക്കൂലി കേസിൽ വിജിലൻസ് പിടികൂടിയത്. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ പൂട്ടാൻ വിജിലൻസും നടപടി കടുപ്പിക്കുകയാണ്. കൃത്യമായ ശമ്പളം, മറ്റാനുകൂല്യങ്ങൾ, പൊതു അവധി, ഇതിനെല്ലാം അപ്പുറമാണ് കാര്യം നടക്കണമെങ്കിൽ കൈമടക്ക് വേണമെന്ന ചില ഉദ്യോഗസ്ഥരുടെ നയം. കെട്ടിട പെർമിറ്റ് അനുവദിക്കുന്നതിനായി 15,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ ബിൽഡിംഗ് ഇൻസ്പെക്ടർ എ സ്വപ്ന വിജിലൻസിന്റെ വലയിലായതാണ് കോർപ്പറേഷന് നാണക്കേടായ ഏറ്റവും ഒടുവിലത്തെ കൈക്കൂലി കേസ്. സ്വപ്നയിൽ മാത്രം ഒതുങ്ങുന്നതല്ല കോർപ്പറേഷനിലെ കൈക്കൂലി പരാതി. കഴിഞ്ഞ വർഷം നവംബർ-ഡിസംബർ കാലയളവിൽ 3 പേരും ജനുവരിയിൽ ഒരാളും ഏപ്രിൽ മാസത്തിൽ 2 പേരുമാണ് കൈക്കൂലി വാങ്ങുന്നതിനിടെ കൊച്ചി കോർപ്പറേഷനിൽ നിന്ന് അറസ്റ്റിലായത്. കോർപ്പറേഷൻ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അഴിമതി വ്യാപകമാണെന്ന് ഏറെക്കാലമായി ആക്ഷേപം നിലവിലുണ്ട്. പണമോ പാരിതോഷികങ്ങളോ ആവശ്യപ്പെടുന്നതും സ്വീകരിക്കുന്നതും കുറ്റകരമാണ്. പൊതുജനങ്ങൾക്ക് സേവനം ഉറപ്പാക്കേണ്ട ഉദ്യോഗസ്ഥർ കൈക്കൂലി ആവശ്യപ്പെടുമ്പോഴാണ് ഗത്യന്തരമില്ലാതെ പൊതുജനം ഇത്തരം സേവനങ്ങളുടെ വിജിലൻസിനെ സമീപിക്കുന്നത്. നമുക്കറിയാം ഇനിയും പല സോണുകളിലും ഇനിയും ആളുകളെ SP പിടികൂടും എന്നുണ്ടെങ്കിൽ പല സോണുകളിലും ഇത്തരം വ്യാപകമാണ്. അതായത് അൺഓതറൈസ്ഡ് കൺസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ അത് കൺസ്ട്രക്ഷൻ അത് ധ്രുവീകരിച്ച് അത് പെർമിറ്റാക്കി കൊടുക്കുകയും അതോടൊപ്പം തന്നെ വൻ തുക കൈക്കൂലി വാങ്ങുന്ന സ്ഥിതി നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കുന്നു. BIമാരും ഓവർസിയർമാരും HIമാരും ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് നമ്മുടെ കൊച്ചി നഗരസഭ ഭരിക്കുന്ന CPMന്റെ ആളുകളുടെ നിർദ്ദേശപ്രകാരമാണോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. ഇത്തരം കൈക്കൂലികൾ എല്ലാ ഓഫീസിൽ നിന്ന് വാങ്ങുന്നത്, അല്ലെങ്കിൽ ഇത്ര ആളുകളെ ഒരു ചുരുങ്ങിയ മാസം കൊണ്ട് ഇത്ര ആളുകളെ സസ്പെൻഷനിലേക്ക് പോവുകയും അതിനുശേഷം അവരെ വീണ്ടും 2 or 3 മാസം കഴിയുമ്പോൾ തിരിച്ചെടുക്കുന്ന ഒരു പതിവ് ശൈലി വീണ്ടും നമ്മൾ കാണുന്നു. ഇത് സ്ഥിരം ഒരു പരിപാടിയായി തീർന്നിരിക്കുന്നു. കൊച്ചി നഗരത്തിൽ എന്തെങ്കിലും കാര്യം നേടണമെന്നുണ്ടെങ്കിൽ പൈസ കൊടുക്കാതെ നേടാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഇന്ന് കൊച്ചി നഗരസഭ കൂപ്പുകുത്തിയിരിക്കുന്നു. കെട്ടിട നിർമ്മാണത്തിന് നമ്പർ, സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് നൽകുന്നതിലും പെർമിറ്റ്, പൂർത്തീകരണ സർട്ടിഫിക്കറ്റ് എന്നിവ നൽകുന്നതിലുമാണ് വ്യാപകമായി അഴിമതി നടക്കുന്നത്. കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പാലിക്കാൻ പലർക്കും കഴിയാത്തത് കൈക്കൂലി കേസ് വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു. ഏജന്റ് മുഖേനയാണ് കൈക്കൂലി ഇടപാടുകൾ പ്രധാനമായും നടക്കുക. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ പിടികൂടാനായി പട്ടിക തയ്യാറാക്കിയാണ് വിജിലൻസ് രംഗത്തുള്ളത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പിടികൂടിയ സ്വപ്ന വിജിലൻസിന്റെ പട്ടികയിലെ പേരുകാരിയാണ്. കൈക്കൂലി ആവശ്യപ്പെടുന്നവർ ജാഗ്രതരായിരിക്കുക. പൊതുജനം പ്രതികരിച്ചു തുടങ്ങി. കൃത്യമായ പട്ടികയുമായി വിജിലൻസും നിങ്ങളുടെ പിന്നാലെയുണ്ട്. കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജൻ, 24. പൊതുജനം കഴുതയല്ല സാർ. കൈക്കൂലി വിഷയത്തിൽ നമ്മൾ പോകുന്നത് വയനാട്ടിലേക്കാണ്. അവിടെ ചീരാലിൽ വീണ്ടും പുലിയുടെ ആക്രമണം. ഇന്നലെ രാത്രിയിലാണ് ആക്രമണം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം ഈ പ്രദേശത്ത് ആടിനെ പുലി ആക്രമിച്ചിരുന്നു. പുലിയെ പിടികൂടാൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങളിലേക്ക് നീങ്ങും എന്നാണ് പ്രദേശവാസികളുടെ മുന്നറിയിപ്പ്. ഇന്നു പുലർച്ചെയാണ് ചീരാലിൽ വീണ്ടും പുലിയുടെ ആക്രമണമുണ്ടായത്. രാത്രി ബഹളം കേട്ടിരുന്നെങ്കിലും പുലർച്ചെ പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് പാതി ഭക്ഷിച്ച നിലയിൽ മൂരിക്കിടാവിന്റെ ജഡം വീട്ടുകാർ കണ്ടത്. രാത്രി 12 മണിക്ക് പശുക്കുട്ടി കരയുന്നത് കേട്ടു. അപ്പോൾ ആ സമയത്തൊന്നും വന്ന് നോക്കിയപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞിട്ടാണ് സംഭവം നടന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പുറത്തേക്ക് ഒരു കരച്ചിലൊന്നും കേട്ടിട്ടില്ല. പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നോക്കിയിട്ടില്ല. രാവിലെ വന്ന് എണിച്ച് നോക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവം കാണുന്നത്. ചീരാൽ മേഖലയിലുള്ളവർ കടുത്ത ആശങ്കയിലാണ്. 2 ആഴ്ചക്കിടെ 5 വളർത്തുമൃഗങ്ങളെയാണ് പുലി ആക്രമിച്ചത്. വനം വകുപ്പ് കൃത്യമായി ഇടപെടുന്നില്ലെന്നാണ് പരാതി. 2 ആഴ്ചക്കാലമായിട്ട് ഈ പ്രദേശത്ത് ഈ പുലിയുടെ സംഹാരതാണ്ഡവമാണ്.
ഈ പ്രദേശത്ത് കർഷകർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇവിടെ വനം എന്ന് പറയുന്നത് ഏതാണ്ട് 3-4 കിലോമീറ്റർ അകലെയാണ് വനമുള്ളൂ. പക്ഷേ ഇതിനെന്ത് ചെയ്ത് നാട്ടിലിറങ്ങിയ ഈ പറയുന്ന പുലിയെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് വനം വകുപ്പ് തികഞ്ഞ അനാസ്ഥ ഉദാസീനത കാണിക്കുകയാണ്. പ്രദേശത്ത് ക്യാമറയും കൂടും സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുവരെ പുലിയുടെ ദൃശ്യങ്ങൾ കിട്ടിയിട്ടില്ലെന്നാണ് വനംവകുപ്പിന്റെ വിശദീകരണം. ക്യാമറ പല സ്ഥലത്ത് വെച്ചെങ്കിലും ക്യാമറയ്ക്കകത്ത് ദൃശ്യം കിട്ടിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പല CCTV സാധനങ്ങളുണ്ട്. പക്ഷെ അതിനകത്തും ഇതിൻ്റെ ദൃശ്യങ്ങൾ കിട്ടുന്നില്ല. ഒരുപക്ഷെ ഈ ഇത് കണ്ടില്ലേ ഇവിടെ കാപ്പിത്തോട്ടം, അതുപോലെ തന്നെ ചെറിയ കാടുകൾ, പിന്നെ ഉള്ള പ്ലാന്റേഷനുകളെല്ലാം തന്നെ നല്ല കാടുമാണ്. എന്നാൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. 24 വയനാട്. നേരത്തെ സൂചിപ്പിച്ചൊരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ്. ഇനി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ജില്ലാ ചുമതലക്കാരെ തീരുമാനിച്ചിരിക്കുന്നു BJP. എല്ലാ റവന്യൂ ജില്ലകൾക്കും ഇൻചാർജുമാരെ പ്രഖ്യാപിച്ചു. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് പുതിയ ചുമതലകൾ നിശ്ചയിച്ചത്. അജീഷ് ജയകുമാറുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അജീഷ്, അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് അതിന്റെ ഒരുക്കങ്ങളിലേക്ക് BJP കടക്കുന്ന വിവരങ്ങൾ. ഉന്മേഷ, തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാൻ വേണ്ടിയിട്ടാണ് BJP ഇപ്പോൾ അവരുടെ ജില്ലാ മേഖലകളിൽ അവരുടെ ഇൻചാർജുമാരെ തീരുമാനിച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്ത് അവരുടെ മേഖലാ പ്രസിഡന്റായിട്ടുള്ള K. സോമൻ, മുൻ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായിട്ടുള്ള VV രാജേഷിന് കൊല്ലം ജില്ലയുടെ ചുമതലയാണ്. അതേപോലെ AK ആന്റണിയുടെ മകൻ അനൂപ് ആന്റണിക്ക് പത്തനംതിട്ടയുടെ ചുമതലയും ഉണ്ട്. ആലപ്പുഴയിൽ N. ഹരി, കോട്ടയത്ത് ഷോൺ ജോർജാണ്, ഇടുക്കിയിൽ പന്തളം പ്രതാപൻ. അങ്ങനെ എല്ലാ ജില്ലയിലും ഇൻചാർജുമാരെ തീരുമാനിച്ചിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖരന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഇൻചാർജുമാരെ തീരുമാനിച്ചിട്ടുള്ളത്. ബൂത്ത് വാർഡ് തലത്തിൽ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരെയുള്ള അതിന്റെ തയ്യാറെടുപ്പുകൾ വേഗത്തിലാക്കാനും സംസ്ഥാന അധ്യക്ഷൻ ഇൻചാർജുമാർക്ക് നിർദ്ദേശം നൽകി. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത്. മഴക്കാലം എത്തുന്നതോടെ ഇടുക്കി പീരുമേട്ടിലെ തൊഴിലാളി ലയങ്ങളിൽ താമസിക്കുന്നവരുടെ നെഞ്ചിടിപ്പ് കൂടുകയാണ്. ഏത് നിമിഷവും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാവുന്ന ലയങ്ങളിൽ താമസിക്കുന്നത് 394 കുടുംബങ്ങളാണ്. ഇടുക്കിയിലെ പൂട്ടിക്കിടക്കുന്ന തേയിലത്തോട്ടങ്ങളിലെ ലയങ്ങളുടെ പുനരുദ്ധാരണ ജോലികളിൽ കാലതാമസം വരുത്തരുത് എന്നാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിന്റെ ഉത്തരവ്. മഴക്കാലത്തിന് മുൻപ് തങ്ങളുടെ ആശങ്കയ്ക്ക് ഒരു പരിഹാരമുണ്ടാകും എന്നാണ് തൊഴിലാളികളുടെ പ്രതീക്ഷ. പൊട്ടിയ ഓടിനുള്ളിലൂടെ കടന്നുവരുന്ന വെളിച്ചം ഇവരുടെ ജീവിതത്തിനുള്ളിലേക്കുള്ളതല്ല, മറിച്ച് ഇവരുടെ ജീവിതാവസ്ഥയുടെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തുന്നതാണ്. ഇടുക്കി പീരുമേട്ടിൽ കാലങ്ങളായി പൂട്ടിക്കിടക്കുന്ന തേയിലത്തോട്ടങ്ങളാണ് പീരുമേട് ടീ കമ്പനി, MMJ പ്ലാന്റേഷൻസ് എന്ന കമ്പനികളുടേത്. അറ്റകുറ്റപ്പണി നടക്കാത്തതിനാൽ ഏത് നിമിഷവും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ് ഈ ലയങ്ങളെല്ലാം. മഴക്കാലം എത്തുന്നതോടെ ദുരിതം ഇരട്ടിയാകും. 394 കുടുംബങ്ങളാണ് ഭീഷണിയിൽ കഴിയുന്നത്. അപ്പുറത്ത് വീട്ടിൽ ആളിരിക്കുമ്പോൾ കഷ്ടമാ, ഭയങ്കര കഷ്ടം. മഴ വരുന്നുണ്ടെന്ന് പേടിയാ. വീട് മൊട്ടുണ്ട്, அந்த ഓടുകളെല്ലാം വിളുകുത് മഴ വര. പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ ലയങ്ങൾ നവീകരിക്കാൻ സംസ്ഥാന സർക്കാർ 33 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. നിർമ്മിത കേന്ദ്രം എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയും ചെയ്തു. എന്നാൽ 5 കുടുംബങ്ങൾക്ക് താമസിക്കാൻ കഴിയുന്ന ഒരു ലയം മാത്രമേ ഈ തുക ഉപയോഗിച്ച് പണിയാൻ കഴിയൂ. நான் ஒருத்தைக்கு தான் இருக்கேன், வேற யாருமே இல்லை. பிள்ளைகள்லாம் ஊரில் இருக்காங்க, வீட்டுக்காரர் இல்லை, நான் மட்டும் தான் இருக்கேன். தூங்கும்போது மழை வச்சுட்டா பயந்தேன், பேடிதான், ஓடு கீழே விழுந்துரும்ல. ധനവകുപ്പിൽ നിന്നും വേഗത്തിൽ അനുമതി വാങ്ങി ലയങ്ങളുടെ പുനരുദ്ധാരണം ഉടൻ പൂർത്തിയാക്കണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ്. പീരുമേട് താലൂക്കിലെ നിരവധി ലയങ്ങളെല്ലാം തന്നെ ഇടിഞ്ഞു വീഴായ സ്ഥിതിയിലായിരുന്നു. ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സർക്കാരിനും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധി ഹിയറിംഗുകൾ നടക്കുകയുണ്ടായി. 33,70,70,000 രൂപയുടെ എസ്റ്റിമേറ്റ് എടുക്കുകയും ആ എസ്റ്റിമേറ്റിന് ധനകാര്യ വകുപ്പും അതുപോലെ തൊഴിൽ വകുപ്പിലും മുതിർന്ന ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അംഗീകരിക്കുകയും ചെയ്തു. എന്നാൽ ഈ തുക ഉപയോഗിച്ചുകൊണ്ട് ഈ ലയങ്ങളുടെ നവീകരണം തന്നെ പൂർത്തിയാക്കാത്ത സ്ഥിതി ഉണ്ടായതിനെ തുടർന്ന് വീണ്ടും ബഹുമാനപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷൻ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ തുക ഉപയോഗിച്ചുകൊണ്ട് എത്രയും വേഗം ലയങ്ങളിൽ നിന്നും മറ്റ് സാധാരണക്കാരെ തൊഴിലാളികളെ മാറ്റിപ്പാർപ്പിച്ച് നല്ല രീതിയിലുള്ള ലയങ്ങൾ നവീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തെ ലയങ്ങൾ നവീകരിക്കാൻ 10 കോടി രൂപ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും തൊഴിൽ സെക്രട്ടറി കമ്മീഷനെ അറിയിച്ചിട്ടുണ്ട്. ഇന്നും ഇന്നലെയുമല്ല, കാലങ്ങളായി ഇതുപോലുള്ള സാധാരണക്കാരായ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലയത്തിന്റെ അവസ്ഥയാണ് എനിക്ക് പിന്നിൽ ഈ കാണുന്നത്. എപ്പോൾ വേണമെങ്കിലും ബാക്കിയുള്ള ഭാഗവും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാം. മഴക്കാലം എത്തുകയാണ്. ഇനിയെങ്കിലും അടിയന്തരമായിട്ട് ഇവർക്ക് സ്വസ്ഥമായി കിടന്നുറങ്ങാനുള്ള അവസരം ഒരുക്കി കൊടുക്കേണ്ടതല്ലേ? സുമിത്തിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ.
അവരുടെ ജീവിത ദുരിതത്തിന് പരിഹാരം ഉണ്ടാകുമെന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. നേരത്തെ നൽകിയ വന്യജീവി ആക്രമണ വാർത്തയുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. വയനാടുകാർക്ക് എന്നാണ് ഒരു സമാധാനം കിട്ടുന്നത് എന്നാണ് എബ്രഹാം തോമസിന്റെ ചോദ്യം. വനംവകുപ്പ് പുലിയുടെ പല്ല് കാണാതെ പോയത് തിരയുന്ന തിരക്കിലാണെന്നുള്ള പരിഹാസവുമൊക്കെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഇനി ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക്. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. സ്വർണ്ണത്തിൻ സ്നേഹത്തിൽ സ്പർശ